അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് തവണ അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറയുകയും ആഗ്രഹങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുമുണ്ടാകാം. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കാണും, എൻ്റെ ദുആ മാത്രം എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാത്തത്, എൻ്റെ ദുആ മാത്രം അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ എന്നിങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കാണാം. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ടാവാം. എന്നാൽ എല്ലാത്തിനും അതിൻ്റേതായ ഓരോ രീതികളുമുണ്ടല്ലോ. നമ്മുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അള്ളാഹുവിനോട് ഒരു കാര്യം എങ്ങനെ ചോദിക്കണം അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. എന്നിട്ടും നമ്മൾ പറയും, എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന്. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചോദിച്ചു നോക്കാം. അതിനായി ആദ്യം ചെയ്യേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുക എന്നതാണ്. അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹു തന്ന നിഅമത്തിന് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. രണ്ടാമതായി അള്ളാഹുവിനോട് നമ്മൾ പാപമോചനം തേടുക. പാപമോചനം തേടുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ മാത്രമല്ല, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നതിനും നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടുന്നതിനുമുള്ള ഒരു വഴിയാണ്. മൂന്നാമതായി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. നാലാമതായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, വിഷമങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനോട് ചോദിക്കുക. അത് നമുക്കറിയാവുന്ന ഭാഷയിൽ ഓരോന്നും ആവർത്തിച്ചാവർത്തിച്ച് പറയുക. ഓരോ കാര്യങ്ങളും എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടെന്നത് മനസ്സറിഞ്ഞ് പറയുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മെ പടച്ച റബ്ബിനെ നമ്മൾ പറയാതെ തന്നെ എല്ലാം അറിയുന്നവനാണ്. നമ്മൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാതെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ അള്ളാഹുവിനെ അറിയൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറയുമ്പോൾ 2 തുള്ളി കണ്ണീര് പൊഴിക്കാമെങ്കിൽ അത്രയും വേഗത്തിൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അത്യന്തം കരുണാമയനാണ്. കണ്ണീരോട് കൂടിയുള്ള ദുആ തള്ളിക്കളയുകയില്ലെന്നാണ്. ഇനി ദുആ ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ദുആ അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ട രീതി എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ എല്ലാം അറിഞ്ഞ ഒരാളല്ല. എനിക്ക് കിട്ടുന്ന അറിവുകൾ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ഈ ഒരറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇസ്ലാമികപരമായ അറിവുകൾക്കും ദിക്ർ ദുആകൾക്കും അൽ-നൂർ ദിക്ർ ദുആ എന്ന് പറയുന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും. ദുആ വസിയത്തോടെ.